ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ലയാസ് ആർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യാം. എപ്പോഴും സ്കിൻ ഗ്ലോ ആയും മോയ്സ്ചറൈസറായും ഇരിക്കണം എന്ന് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച്, അതായത് ഇത് നമുക്ക് ഡെയിലി ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് വെറും വെള്ളത്തിലൊരു 3-4 ഡ്രോപ്സ് ഹണി. അപ്പോൾ അതൊന്ന് മുഖത്ത് അപ്ലൈ ചെയ്യാം. എപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നെക്കും കൂടി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. നെക്കും പ്രത്യേകം പറയണ്ടല്ലോ, ചെവി അതിൽ പെടുന്നതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കംപ്ലീഷൻ ഫീല് കിട്ടുള്ളൂ. അപ്പം നമ്മളൊരു മേക്ക് ഓവർ ചെയ്താൽ പോലും നെക്കും ഇയറും നന്നായി ശ്രദ്ധിക്കുന്ന ഒരു പോർഷനാണ്. പിന്നെ ചുളിവുകളില്ലാതിരിക്കാനും എപ്പോഴും നമ്മൾ കൈകൊണ്ട് ചെറുതായിട്ട് മസാജ് ചെയ്യുമ്പം മേലേക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെറുതായിട്ടൊന്ന് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ കെമിക്കലുള്ള ക്ലീനപ്പോ അല്ലെങ്കിൽ ഡീപ്പ് ക്ലെൻസറൊന്നും ഉപയോഗിക്കുന്ന ആ ഒരു ഇഫക്റ്റ് പ്രതീക്ഷിക്കേണ്ട. നമ്മുടെ സ്കിൻ നന്നായിരിക്കാൻ നമുക്കെന്ത് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ്. റബ്ബ് ചെയ്ത് കൊടുക്കാം. അടുത്തത് ഞാൻ എടുക്കുന്നത് കോഫി പൗഡറാണ്. കോഫി പൗഡർ നമുക്ക് ഒരുപാട് ഉപയോഗമുണ്ട്. ഞാൻ നേരത്തെ ഒരു മുടി നരച്ചിരിക്കുന്ന ഭാഗം അധികം നരയില്ലാത്ത ആൾക്കാർക്ക് ഉപയോഗിക്കാൻ ഒരു റെമഡി കാണിച്ചു തന്നിരുന്നു. ഇപ്പോൾ നോക്കൂ, ഇത് സ്കിന്നിനും എത്രത്തോളം ഗുണപ്രദമാണ്. പക്ഷേ കോഫി പൗഡർ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ചിക്കറി ആഡ് ചെയ്യാത്ത കോഫി ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്നത്. ചിക്കറി സ്കിന്നിന് അത്ര നല്ല പ്രൊഡക്റ്റ് അല്ല. അപ്പം അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് തൈര് ആഡ് ചെയ്യുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നമുക്കൊരു സ്ക്രബായിട്ട് യൂസ് ചെയ്യാം. സ്കിൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെ ഇരിക്കും. ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ തന്നെ എല്ലാവർക്കും എല്ലാ ദിവസവും ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ സ്കിന്നിനെ ശ്രദ്ധിക്കാൻ. അത് നമ്മൾ ആരും ശ്രദ്ധിക്കില്ല, അതാണ് ഒരു പ്രശ്നം. എപ്പോഴും നമുക്ക് പാർലറിൽ പോയിട്ടെല്ലാം ചെയ്യാൻ പറ്റിയെന്ന് വരില്ലല്ലോ, എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇത് ഒരു ഹെൽത്തിൻ്റെ പാർട്ടായിട്ട് തന്നെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്കിത് ചെയ്ത് നന്നാക്കി വയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ലൈറ്റായിട്ടൊരു മസാജ് കൊടുക്കാം. ലൈറ്റ് മസാജ് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന സ്റ്റെപ്പുകളാണ് ഞാൻ കാണിക്കുന്നത്. നെറ്റൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം. നമുക്ക് ഏറെ ചുളിവുകൾ മുഖത്ത്, അതായത് ഏജ് എടുത്തറിയുന്ന ചുളിവുകൾ വരുന്ന ഭാഗങ്ങൾ നമ്മൾ മസാജ് ചെയ്ത് കൊടുത്താൽ നമുക്കതിനെ നന്നായി കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. കണ്ണിൻ്റെ ചോട്ടിൽ ലൈറ്റായിട്ട് റൗണ്ടായിട്ട് കൊടുക്കുക ഇങ്ങനെ. അതേപോലെ കണ്ണിൽ, പിന്നെ ഈ പോർഷൻ എപ്പോഴും എല്ലാവർക്കും ഡീപ്പ് ലൈൻസ് വീഴുന്ന പോർഷനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം. നമ്മൾ എത്ര മസാജ് കൊടുക്കുന്നോ അത്രയും നമുക്ക് നല്ലതാണ്. അപ്പോൾ ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. 5 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എത്രയും വേഗം, എല്ലാവരും തിരക്കാണല്ലോ, ഒന്ന് വേഗം. അപ്പോൾ രാവിലെ കുളിക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു റെമഡി. ഇത്ര കാര്യമുള്ളൂ. ഈ 4-5 ഐറ്റം നമ്മളൊന്ന് കരുതണം. കോഫി പൗഡർ, ടെർമറിക്, മഞ്ഞളിൻ്റെ കൂടെ ഇത്തിരി അലോവേരയും കൂടി ആഡ് ചെയ്യുക. അലോവേര എല്ലാവർക്കും തന്നെ അവൈലബിൾ ആയിട്ടുള്ളൊരു, ഇപ്പോൾ റെഡി മേടിക്കാൻ കിട്ടും ജെല്ല്. അതല്ലെങ്കിൽ നമ്മുടെ മുറ്റത്തുണ്ടെങ്കിൽ അതെടുത്താൽ ഏറ്റവും നല്ലതാണ്. ഞാൻ എപ്പോഴും നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ ചെയ്യാറും അതാണ്.
ഇതും കൂടി ഒന്ന് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് തുടച്ചു കൊടുക്കാം. കണ്ടോ, ഇപ്പം തന്നെ ആ സ്ക്രബ് ഇട്ടപ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിനൊരു വ്യത്യാസമുണ്ട്. ചെയ്ത് നോക്കുക, അപ്പോൾ അറിയാൻ പറ്റും. ആരും പറയണ്ട, നമുക്ക് സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. നമ്മുടെ ആ സ്കിന്നിൻ്റെ ആ റഫ്നെസ് പോയിട്ടൊരു സ്മൂത്ത് ഫീൽ. പിന്നെ തൈര് എപ്പോഴും നല്ലൊരു മോയ്സ്ചറൈസറാണ്. തൈര് നല്ലതാണ്. തൈരിന് പകരം പാല് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഈ പാല്, തൈര് ഇതൊക്കെ നമുക്ക് കഴിക്കണ പോലെ തന്നെ സ്കിന്നിലും അപ്ലൈ ചെയ്താൽ സ്കിന്ന് വളരെ സോഫ്റ്റായിട്ടും ഗ്ലോ ആയിട്ടും കിട്ടാനായിട്ട് സഹായിക്കും. ഒന്ന് സ്ക്രബ് ഇടാനില്ല വെച്ചാൽ തൈര് തന്നെ അപ്ലൈ ചെയ്താലും നല്ലതാണ്. ഡെയിലി കോഫി പൗഡർ അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് ചെറുപയറിൻ്റെ പൊടി ഉപയോഗിക്കാം, അതും വളരെ നല്ലതാണ്. അപ്പം ഞാൻ ആ കോഫി പൗഡർ എല്ലാം ഒന്ന് കളഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ചെയ്യേണ്ടത്, അലോവേര ജെൽ എടുത്തിട്ടുണ്ട്, മുറ്റത്ത് തന്നെ ഉള്ളതാണ്. അതിലേക്ക് കുറച്ച് മഞ്ഞൾ ആഡ് ചെയ്യാം. ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് കൈ കൊണ്ട് മിക്സ് ആക്കാൻ ഒത്തിരി പ്രയാസമുണ്ട്. ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ നല്ലതായിരിക്കും. വളരെ കുറവായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇനി ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ചെയ്യുന്നത് കാരണം എനിക്ക് സ്പെക്സ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ കുറഞ്ഞ കാഴ്ചയിലാണ് ഞാനിത് കാണിക്കുന്നത്. എന്തെങ്കിലും പോരായ്മ തോന്നിയാൽ ക്ഷമിക്കുക. കാര്യം ഞാൻ സ്ഥിരമായി കണ്ണാടി ഉപയോഗിക്കുന്ന ഒരാളാണ്. അത് വെക്കാത്തതിൻ്റെ ഒരു കുറവ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളുടെ മുഖമാണല്ലോ, ആ ഒരു ധൈര്യത്തിൽ അങ്ങോട്ട് ചെയ്യാണ്. ഇത് നമുക്കൊരു 2-3 മിനിറ്റ് ഒന്ന് മുഖത്ത് വെച്ചിരിക്കണം. എന്നിട്ട് വേണം നമുക്ക് അത് തുടച്ച് മാറ്റാൻ. ഹലോ, ഇപ്പം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനൊന്ന് തുടയ്ക്കാമേ. കണ്ടോ, അത്യാവശ്യം ഒരു വെടിപ്പായിട്ടില്ലേ? ഇനി നമുക്ക് വേണ്ടത് കുക്കുംബറാണ്. കുക്കുംബർ ഞാനിന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക.
നമ്മളിപ്പോൾ ഉപയോഗിച്ച എല്ലാ പ്രോഡക്റ്റ്സും നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. തന്നെയല്ല, ഇതെല്ലാം സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത് പോലെ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്നതും നമുക്ക് നല്ലതാണ്. എല്ലാം കൂടി ആവുമ്പോഴാണ് നമുക്ക് ആ കറക്റ്റ് റിസൾട്ട് കിട്ടുന്നത്. പിന്നെ അതേപോലെ എനിക്ക് പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം, സ്കിൻ കെയർ എന്ന് പറയുന്നത് വല്ലപ്പോഴും നമ്മൾ ചെയ്യേണ്ടതല്ല. ആൾക്കാർ ഓടി വന്നിട്ട് അയ്യോ എൻ്റെ സ്കിൻ ആ പ്രശ്നമുണ്ട് ഈ പ്രശ്നമുണ്ട് എന്ന് പറയും. അങ്ങനെയല്ല, നമ്മൾക്ക് ആ ഒരു റുട്ടീൻ സ്റ്റെപ്സ് ചെയ്യാനുള്ള ഒരു ശ്രദ്ധ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ കറക്റ്റായിട്ടത് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാനായിട്ട് പറ്റുള്ളൂ. ഇന്ന് നമ്മൾ ജീവിക്കുന്ന അതേമാതിരിയുള്ള ഒരു അന്തരീക്ഷത്തിലാണ്. അപ്പോൾ സ്കിന്നിൻ്റെ കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്യൂട്ടി മാത്രമല്ല, മറ്റ് ഹെൽത്ത് ഇഷ്യൂസിൽ നിന്നൊക്കെ നമുക്ക് കുറച്ച് ഇത് കിട്ടണമെങ്കിൽ സ്കിൻ നന്നായി നമ്മൾ ശ്രദ്ധിക്കണം. സ്കിന്നാണ് നമ്മുടെ ബോഡിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗൻ. അതൊരു പക്ഷേ ആരും അറിയുന്നില്ല എന്നുള്ളതാണ്. കണ്ടോ, ഇതിപ്പം നന്നായി ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് ഞാനൊരു 3-4 മിനിറ്റ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു റെമഡി ആയിട്ട് വരുന്നവരേക്കും ബായ്.